മഹാനാണ് ഞങ്ങളുടെ വന്യരായ ഗുരു മഹാനരായ ഹാഫിദ് ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു. ഞങ്ങളത് ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾക്കതിന് മതിയായ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഞങ്ങളെ മുന്നിൽ ഹാജരാക്കിയിട്ടു. മഹാനരായ മടവൂർ ശൈഖുന വന്യരായ ഹാഫിദ് ഉസ്താദ് ജനിച്ചു. ഉസ്താദ് അവരുടെ കുട്ടിക്കാലത്ത് മഹാനായ മടവൂർ ശൈഖുനാന്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോയ സമയം കുടുംബത്തിലുള്ള ആളുകളോട് ശൈഖുന പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ട കുട്ടിയാ. ഹാഫിദ് ഉസ്താദിനോടുള്ള പ്രശ്നം എന്താന്ന് കൂടി പറഞ്ഞു. നിങ്ങൾക്കല്ലേ ഇപ്പോൾ പറയാൻ പേടി, ഞങ്ങൾക്ക് പറയാൻ പേടില്ല, ഞങ്ങൾ പറഞ്ഞുതരാം. അതായത് ഹാഫിദ് ഉസ്താദ് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്തിനടുത്ത് കുരുവട്ടൂർ എന്ന സ്ഥലത്ത് SSF-ലും എസ്പാസിലും SYS ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ. അതാണ് ഇപ്പൊ ഹാഫിദ് ഉസ്താദ് എന്ന് പറയുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വന്നിട്ട് ഞാൻ ശൈഖാന്ന് പറഞ്ഞു സമസ്ത പുറത്താക്കിയെന്ന ഇവർ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയല്ല. ഹലോ, ഒരു സംശയം ചോദിച്ചോട്ടെ, ഫോണ് കട്ടാക്കാതിരിക്കുവോ? ഹലോ, ഞാൻ തിരക്കിലാണ്, നാളെ വിളിച്ചോളൂ. ഹലോ, ഇന്നൊക്കെ തിരക്കിന്റെ ദിവസമാണ്, നാളെ വിളിച്ചോളൂ. 2 മിനിറ്റ് സംസാരിച്ചാൽ മതി. 2 മിനിറ്റിന് പോയിട്ട് ഒരു സെക്കൻഡിന് പോലും ഒന്നുമില്ല. ഇന്ന് ഫുൾ ടൈം തിരക്കാം. ഇന്ന് പരിപാടിയില്ല നമ്മളിവിടെ ഉണ്ട്. പരിപാടി ഉണ്ട്, അതിന്റെ ഇടക്ക് മീറ്റിംഗ് ഉണ്ട്, അതിന്റെ ഇടക്ക് വേറെ മജ്‌ലിസ് ഉണ്ട്. ഫുൾ തിരക്കാം. അവിടെ എന്ത് വിഷയം സംസാരിക്കുന്നത്? അതിന് പോസ്റ്ററുണ്ടല്ലോ, അതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്തില്ല. ആസന്നല്ലേ അതിന് പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അനുസരിച്ച് വരും. ലൈവ് ഉണ്ടാവും. അല്ല, ഇത് നമുക്ക് അവിടെ വരാൻ ഒന്ന് കാണാൻ പറ്റുമോ, ആക്കാൻ പറ്റുമോ? അതിനെന്താ? അല്ല, ഞമ്മക്ക് അവിടുന്ന് വരുന്നതിന് വിഷമമില്ല, നമ്മൾ നിങ്ങളെ കയ്യിലുള്ള ആളൊന്നുമല്ല. അതിനെന്താ, ആർക്കും വരാനോ? അല്ല, നിങ്ങള് അവിടെ വെച്ചാൽ ഒരേ കുറച്ചാള് എല്ലാ ഇത് നടത്തുന്ന ആള് തന്നെയല്ലേ ഉണ്ടാവും, എല്ലാ സംഘാടകരുള്ളതോ അല്ലാണ്ട് ആ നാട്ടുകാരല്ലോ? എങ്ങനെ? ആ നാട്ടുകാരെല്ലാം ഉണ്ടാവുക പരിപാടി നടത്തുന്നത്? ആ നാട്ടുകാരിൽപ്പെട്ട ആളുകളാണ് അതിന് മുൻകൈ എടുക്കില്ല. എല്ലാരും പോയി സഹകരിച്ചു കൊടുക്കും. നിങ്ങളെ ഈ ടീമിന്റെ കുരുവട്ടൂർ ടീമിന്റെ ആളുകൾ തന്നെയല്ല സംഘാടകരായിട്ട് എല്ലാ കടലിൽ തന്നെ എല്ലാടിയോ? അത് ഞങ്ങൾക്ക് മൊത്തത്തിൽ ഇതിനൊരു സമിതി ഉണ്ട്, ഒരു സ്റ്റേറ്റ് തലത്തില് ഒരു കമ്മിറ്റി ഉണ്ട്. അതിനനുസരിച്ചാണ് നടക്കുക. ആവശ്യപ്പെടുന്ന ഞാൻ ഇങ്ങനെ ഇടക്കിടക്കല്ലേ ഒഴിവുള്ള സമയത്താണ് മാസത്തിൽ 1-2 പരിപാടിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഞാന് അധികത്തിൽ പങ്കെടുക്കാറുണ്ട്. അപ്പൊ നമ്മള് ഒരു കാണുന്ന ആൾക്കാർ തന്നെയാണ് സംഘാടകരായിട്ട് ചായ കൊണ്ടത്തിലെല്ലാം കാണുന്നത്. ഞമ്മക്ക് നമ്മളെ കാണുമ്പോ ഇവനെ എല്ലാരെയും കാണുന്ന ഒരിക്കലും സംശയം തോന്നുവോ? നമ്മളിപ്പോ ഇങ്ങനെ ഇടക്കിടക്കല്ല ഇങ്ങനെ പരിപാടിയിൽ വരുമ്പോ സംഘാടകർ ഒരേ ആളാകുമ്പോ നമ്മളിങ്ങനെ പല പരിപാടി അല്ലേ ഓൽക്ക് ബുദ്ധിമുട്ടുണ്ടാവോന്ന് ചോദിച്ചാ. നമ്മളെ സംഘാടകർക്ക് നമ്മളിങ്ങനെ പലയിടത്തും കാണാൻ നിങ്ങൾ പരിപാടിയൊക്കെ പലയിടത്തിലും നമ്മൾ വരുമ്പോ ഓൽക്ക് ബുദ്ധിമുട്ടുണ്ടാവുക? ഉണ്ടാവില്ലല്ലോ. ഞങ്ങളുടെ ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇതിന് ഓരോ സമയത്ത് ഓരോ സമിതികളുണ്ട്. ഒരാളത് ചെയ്യാം. നമ്മൾ ഉത്തരവാദിത്വം പ്രസംഗിക്കൽ മാത്രമാണ്. ഏത് സ്ഥലത്ത് വേണമെന്ന് തീരുമാനിക്കുന്ന സമിതിന്റെ ഒരു തീരുമാനിക്കും, നമ്മൾ പ്രസംഗിക്കും. ഓരോ ഭാഗത്തുനിന്ന് ആളുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ആ ഭാഗത്തുള്ള പരിപാടികൾ കൊടുക്കും. 3-4 ആൾക്കാർ തന്നെ പലയിടത്തിലും കാണലുണ്ട്. അതിന്റെ ഉറപ്പല്ല. ഞങ്ങൾ ആഗോള തലത്തിൽ അതിന് ഒരു ടീം തന്നെ ഉള്ളത്. ആ ടീമിന് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പരിഗണിക്കും നടത്തും ഓരോ സ്ഥലം. നമ്മളെ ഓല് കാണുമ്പോ ഇവനെന്താ പലയിടത്തിലും കാണുന്ന ബുദ്ധിമുട്ടുണ്ടാവോ? നിങ്ങളതിനെ ഒറ്റ സ്ഥലത്തും കണ്ടില്ലല്ലോ? ഇല്ല, ഞാനില്ല. മാസത്തിൽ 1-2 ഞാൻ വരുത്തുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചാ സംശയം ഉണ്ടാവോന്ന് ചോദിച്ചാ. അതിനെന്താ സംശയം? ആളുകൾക്ക് നമ്മളൊരു ആളുകളെ നോക്കിയിട്ടല്ല ഈ പരിപാടി. ആളുകൾ വന്നാലോ എന്നാലും ആളുകൾ വന്നില്ലെങ്കിലും നമ്മൾ പരിപാടി നടത്തിയിരിക്കും. അതാണ് ഇതിന്റെ ഒരു സിസ്റ്റം. അല്ല, പിന്നെ നിങ്ങൾ ആടുന്ന് ചില ആളെ വീഡിയോ എല്ലാം എടുത്തിട്ടെല്ലാം പ്രചരിപ്പിക്കുന്നില്ലേ? നിങ്ങൾ എടുക്കാണ്ട് ആടെ വന്നിട്ടെല്ലാം വീഡിയോ എല്ലാം പ്രചരിപ്പിക്കുന്ന ആൾക്കാരല്ലേ? അങ്ങനെ ആടെ വന്നിട്ട് നിങ്ങളെ ആൾക്കാരല്ലാണ്ട് സദസ്സിൽ വന്നിട്ട് ഓരോ വീഡിയോ എടുത്തിട്ടെല്ലാം പ്രചരിപ്പിക്കുന്ന ആൾക്കാരല്ലേ? പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ല, അങ്ങനെ വരുന്ന ആൾക്കാരല്ലേ? വരുന്ന ആൾക്കാരോ ഞങ്ങളോ അതിനായിട്ട് യാതൊരു ആവശ്യം നമുക്കില്ല. ഒരാളെ
അവിടെ കാണിച്ച് ഇന്ന ആളുണ്ട് എന്ന് പറയണ്ട. എന്താവശ്യം ഞങ്ങൾക്കുള്ളത്? അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ സദസ്സിൽ വന്നിട്ട് നിങ്ങളെ ആൾക്കാരല്ലാണ്ട് വേറെ ആൾക്കാരെല്ലാം സദസ്സിൽ വന്നിട്ട് ഓല് എടുത്ത് വീഡിയോ എടുക്കുന്നല്ലോ, വീഡിയോ എല്ലാം എടുത്തിട്ട് ഓല് യൂട്യൂബിലെല്ലാം ഇടുന്നില്ലേ? ആര്? വേറെ ആൾക്കാരോ? ആ അത് ഓരോരുത്തർക്ക് ഇടാലോ, നമ്മളതിനെ തടയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇടാം. അല്ല, അത് അന്നേരം നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ എല്ലാം ചെയ്യുമ്പോ? അങ്ങനെ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളെ പ്രസംഗം പൊതുവായുള്ളതാണ്. ചിലര് അതിന്റെ അപ്പുറം കട്ട് ചെയ്ത് വിടും. അപ്പൊ നമുക്ക് വിശദീകരിക്കേണ്ടത് അത്രേ ഉള്ളൂ. അല്ല ഓരോരുത്തർക്ക് നമ്മളെ വീട് വിളിക്കുന്നതിനും കുഴപ്പമില്ല, പിന്നെ വിടുന്നതിനൊന്നും സേഫൊന്നുമില്ല. നമ്മൾ സുതാര്യമായി നടത്തുന്ന പരിപാടിയില്ല. ആർക്കും പിടിക്കുക, ആർക്കും കൊണ്ടൊക്കെ ചെയ്യാൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നമ്മള് വിവാദമായ AP വിഭാഗം ഇടപെട്ട നിമിഷപ്രിയന്റെ കേസുകളുണ്ടല്ലോ, അതിൽ നിങ്ങളെല്ലാം എതിർക്കുന്നുണ്ടല്ലോ. അത് നമ്മളെ വിഷയങ്ങളിൽ ഒന്ന് മാത്രം. നമ്മളെ പ്രധാന വിഷയം അതൊന്നുമല്ല. ഇപ്പൊ അതാണല്ലോ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാവരും നിങ്ങളെ വീഡിയോ എല്ലാം കാണുന്നുണ്ട്. അത് നമ്മൾ ഓരോ കാലത്ത് ആളുകൾക്ക് പിന്നെ വിവാദമാകുമ്പോ അതില് കൂടും, അത്ര ഉള്ളു. നമ്മളെ വിഷയം നിങ്ങളെ ത്വരീഖത്തിലേക്ക് കൂടി. എന്റെ സ്ഥലം ഇവിടെ കോഴിക്കോടാ. എന്റെ സ്ഥലം കോഴിക്കോടാണ്. ത്വരീഖത്തിലേക്ക് കൂടാൻ പറ്റുമോ? ത്വരീഖത്ത് ഹഖീഖത്ത് ഇതൊന്നും അല്ലത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് സംസാരിച്ച് എങ്ങനെയാണോ റസൂലും സ്വഹാബത്തും ജീവിച്ച ആ വഴിയാണ് ശംസുലനൊക്കെ ജീവിച്ച വഴി. നിങ്ങൾ അതിലേക്ക് കൂടും. എന്താ വേണ്ടത്? അങ്ങനെ നമുക്ക് പറ്റും. പേഴ്സണലായിട്ട് ചോദിക്കാണ്, ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കാണ്. നമുക്ക് അറിയില്ല, അതുകൊണ്ട് അതിലേക്ക് കൂടും എന്തെങ്കിലും പറ്റുമോ നിങ്ങളുടെ അതിന്റെ അകത്തേക്ക്? അങ്ങനെ കൂടാ. അതൊക്കെ ആദർശല്ലേ. നിങ്ങൾക്ക് ഏത് സംഘടനയിൽ എന്തോ അർത്ഥം. ഇത് പറയുന്ന സുന്നത്തമായിട്ട് അതിലുണ്ടാവുക എന്നുള്ളത് ഇതിനുണ്ട്. നിങ്ങളെ കുരുവട്ടൂര് എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ടല്ലോ, ഒരു വിഭാഗം ഉണ്ടല്ലോ, സുന്നി എന്ന് പറഞ്ഞ. അങ്ങനെ ഒരു വിഭാഗം നമ്മൾ അംഗീകരിക്കുന്ന പോലെ എല്ലാ സുന്നിയിലും ഉണ്ട്. ഒരു പ്രത്യേക സംഘടന ഒന്നുമല്ലല്ലോ. നിങ്ങളതായിട്ട് തന്നെ പ്രത്യേകമായിട്ട് ഇതല്ലേ ഉള്ളത് ശരിക്കും? നിങ്ങളതായിട്ട് ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് അല്ലേ കുരുവട്ടൂർ ത്വരീഖത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടല്ലേ അറിയപ്പെടുന്നത് ശരിക്കും? ഹാഫിൽ ഷെയ്ഖിന്റെ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. അതൊക്കെ ഒരു പറഞ്ഞുണ്ടാക്കുന്നത്. ഈ കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ ഔലിയാക്കളുണ്ട്. അവരിൽപ്പെട്ട ഒരു മഹാനാണ് ഞങ്ങളുടെ വന്യരായ ഗുരു മഹാനരായ ഹാഫിദ് ഉസ്താദ് തൗവലല്ലാഹു ഉംറഹു. ഞങ്ങളത് ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾക്കത് മതിയായ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഞങ്ങളെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഹാഫിദ് ഉസ്താദ് നമ്മളെ മശായിഖന്മാരെ പിൻപറ്റി ജീവിക്കും. അത് അറിയണമെങ്കിൽ നേരിട്ട് വന്ന് ചോദിച്ചോളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു കേട്ടോ. അല്ല ഇത് ഹലോ, ഇതെന്താ വേണ്ടത്? നമുക്ക് അതിനകത്ത് കൂടുവാൻ പറ്റാന്ന് ചോദിച്ചിട്ടുണ്ട്. നേരിട്ട് വന്നോളൂ. അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റും? അതിനെന്താ എന്നെ നേരിട്ട് കാണുന്നുണ്ട്. എന്നാണോ നിങ്ങൾ കാണാൻ വരുന്നത് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പുതുവട്ടൂരുണ്ടാവും, അല്ലെങ്കിൽ മലപ്പുറത്തുണ്ടാവും, അല്ലെങ്കിൽ തൃശ്ശൂർ. 3 സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ സാധ്യത. വിളിച്ചിട്ട് വന്നാമില്ല? വിളിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അസ്സലാമു ഉസ്താദിനോടുള്ള പ്രശ്നം എന്താന്ന് കൂടി പറഞ്ഞു. നിങ്ങൾക്കല്ലേ പറയാൻ പേടി, ഞങ്ങൾക്ക് പറയാൻ പേടില്ല. ഞങ്ങൾ പറഞ്ഞുതരാം. അതായത് ഹാഫിദ് ഉസ്താദ് എന്ന് പറഞ്ഞ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്തിനടുത്ത് കുരുവട്ടൂർ എന്ന സ്ഥലത്ത് SSFലും SPSലും SYS ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ. അതാണ് ഇപ്പൊ ഹാഫിദ് ഉസ്താദ് എന്ന് പറയുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വന്നിട്ട് ഞാൻ ശേഖാന്ന് പറഞ്ഞു സമസ്ത വർത്താക്കിയെന്നാ ഇവർ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം തഅലീമു മാ അല്ലമല്ലാ തഹ്കീറു മാ ഹക്കറല്ലാ. ഇസ്ലാമിന്റെ അടിസ്ഥാന ഒരു പ്രമാണം തന്നെയാണത്. അള്ളാഹു വന്ദിച്ചതിനെ വന്ദിക്കുക, അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക. അള്ളാഹു വന്ദിച്ചതുണ്ട്. ഇൽമിനെയും ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും ഒക്കെ അള്ളാഹു വന്ദിച്ചിട്ടുണ്ട്. അവരെ ധിക്കരിക്കുന്നൊരു പരിപാടി മനുഷ്യ സഹജമായി വന്നാൽ അവന്റെ ഇസ്ലാം പരിപൂർണമല്ല, അവന്റെ ദീൻ പരിപൂർണമല്ല. അവസാനം ചീത്തയായി മരിക്കുന്ന ഗതികേടിലേക്കാണ് വരിക. നമ്മുടെ മുന്നിൽ വലിയൊരു ഉദാഹരണമാണ് നൌഷാദ് എന്ന് പറയുന്നൊരു വ്യക്തി. അദ്ദേഹം ആദ്യകാലത്ത്
നമുക്കൊക്കെ പ്രിയങ്കരനായിരുന്നു, ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രിയങ്കരനായിരുന്നു. വഹാബിസത്തെ ഗണ്ണിക്കാനുള്ള കഴിവ്, വഹാബിസത്തെ നശിപ്പിക്കാനും അവരുടെ ആശയങ്ങളെ പാപ്പരാക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വലുതായിരുന്നു, സമ്മതിച്ചേ പറ്റൂ. പക്ഷെ അത്ര കഴിവുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിനൊരു കിബിറ് വന്നുപോയി. എനിക്കെല്ലാം കഴിയും, ഞാനൊരു വലിയ സംഭവമാണ് എന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അല്പം കിബിറ് വന്നപ്പോ അള്ളാഹു അദ്ദേഹത്തെ പറ്റ നശിപ്പിച്ചു കളഞ്ഞു. അതിന് പറ്റിയ നിലക്ക് വേണ്ടാത്ത പല കച്ചറ കമ്പനിയിലേക്കും കള്ള ഷെയ്ഖും കള്ള തെരീക്കത്തും തമ്മാടിത്തുള്ള പല തെരീക്കത്തിലേക്കും പോയി പരിശുദ്ധ ദീനിനെയും ശരീഅത്തിനെയും ഒക്കെ അടിച്ചാക്ഷേപിച്ച് പരിശുദ്ധമായ ഇൽമിനെയും ആലിമീങ്ങളെയും ഒക്കെ പുച്ഛിച്ച് നടക്കുകയാണ്. നമ്മളെ മുന്നിൽ ഒരുപാട് ചരിത്രമുണ്ട്. ഇബ്നു സഖയുടെ ചരിത്രം. നല്ല കഴിവുള്ള ആളായിരുന്നു, അവസാനം കാഫിറായി ചത്തുപോയ ഇബ്നു സഖ. ഇങ്ങനെ എത്ര ചരിത്രങ്ങൾ. ബൽആം ഇബ്നു ബഊറ, മസലുഹു ക മസലിൽ കൽബ് എന്നാണ് അള്ളാഹു അദ്ദേഹത്തെ അവനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഒരു പാഠമായി നിലനിൽക്കുകയാണ്. കുരുവട്ടൂർ കുറുവാ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ 3 ഗുണ്ടകളും അവർക്ക് നേതൃത്വം നൽകുന്ന ഗുണ്ടാ ഷെയ്ഖും എത്രമാത്രം അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ കഴിയും. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ദുആ ചെയ്യുന്നത്. അതിൽ പെട്ടുപോയ ആളുകൾ അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, CM വലിയുള്ള അടക്കമുള്ള മഹാന്മാരെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പിന്മാറാൻ ശ്രമിക്കുക. കാരണം നമ്മളെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവെങ്കിലും അവർക്കുണ്ടാകണം. പണം നല്ലോണം കിട്ടുന്നുണ്ട്, ചെക്കിന്റെ കൂടെ കൂടിയാൽ നല്ല പണം കിട്ടും, നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റും എന്നതുകൊണ്ട് ആഖിറം നഷ്ടപ്പെടുന്ന ഗതികേടിലേക്കാണ് ഇവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാമാണോ മൈക്കടെ മുന്നിൽ പറയേണ്ടതെന്ന് അറിയാതെ തൊള്ളേ വന്നതൊക്കെ പാട്ടുപാടുന്ന, ഇതുവരെ പറഞ്ഞതൊക്കെ ബാത്തിലാകുന്ന, ഒരു നല്ല സ്ഥാപനത്തിൽ നിന്ന് അഹ്സനി ബിരുദെടുത്ത ആ ബിരുദത്തെയൊക്കെ നശിപ്പിക്കുന്ന, അൻവരി ബിരുദത്തെ, സഖാഫി ബിരുദത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു വല്ലാത്തൊരു അപകടത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ വലിയ സങ്കടമുണ്ട്. കാരണം ജനങ്ങളെ ഫിത്തിനയാക്കാൻ, ഈമാൻ നഷ്ടപ്പെടുത്താൻ അവർ കിടന്ന് പെടാപ്പാട് പെടുകയാണ്. ജനങ്ങളെ കൽബിൽ നിന്ന് ഈമാൻ ഊരിയെടുക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയോ അതിനുവേണ്ടി വലിയ ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷിയാക്കളുടെ പണവും പരിശുദ്ധ ദീനിനെതിരെ ഉള്ള പർച്ചേസ്, ഇതിനെതിരെയുള്ള ആളുകളുടെ പർച്ചേസായി മാറുകയാണ് അവർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം, കിബിർ, കാഫ് ബ റാ, അത് കൽബിൽ വന്നുകൂടുന്നത് വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഒരൽപ്പം കിബിർ കൽബിൽ വന്നാൽ മതി നശിക്കാൻ. ഇവർക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയ കേടതാണ്. മൻകാന ഫീ ഖൽബിഹി മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബർ ഫൽയതബൗ മഖ്അദുഹു മിനന്നാർ ഔ കമാ ഖാല റസൂലുള്ളാഹ്. ഒരൽപ്പം കിബിർ കൽബിൽ വന്നാൽ നരകത്തിൽ സീറ്റ് റിസർവഡ് ആണ്. ഗൾഫിൽ പോകുന്ന ഒരു വ്യക്തി, ഫ്ലൈറ്റ് കയറാൻ വേണ്ടി തീരുമാനിച്ച വ്യക്തി ടിക്കറ്റ് എടുത്താൽ അയാൾക്ക് ബോർഡിംഗ് പാസ് കിട്ടിയാൽ അയാൾക്ക് സീറ്റ് റിസർവഡ് ആണ് എന്നതുപോലെയാണ് പറഞ്ഞ ഫല്യതബൗ മഖ്അദുഹു മിനന്നാർ, നരകത്തിൽ അവൻ സീറ്റ് റിസർവഡ് ആയി. കിബിറുണ്ടാക്കുന്ന അപകടം വലുതാണ്. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. ഉള്ളിൽ കക്കൂസാണ്, പുറത്ത് നല്ല ചുരുക്കുള്ള ബിൽഡിംഗ് ആണ്, പക്ഷെ ഉള്ളിൽ കക്കൂസാണ്. തലയെക്കെട്ട് കെട്ടി മൊയ്ലിയാമാരെ വേഷം ധരിച്ചിട്ട് വളരെയധികം അസഭ്യമായ വാക്കുകൾ സ്റ്റേജിൽ വെച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ആ കുഞ്ഞായ്മതും അതുപോലെ അൻവരിയും നൌഷാദും അവർക്ക് നേതൃത്വം നൽകുന്ന അബ്ദുള്ളയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. അള്ളാഹു എന്തായിരിക്കും അവരുടെ കാക്കിപത്തെന്ന് ആലോചിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഒരാൾ നശിച്ചു പോകണമെന്നല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുക,
അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ, നല്ല വഴി കാണാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്യാണ്. പച്ചക്കളവ് വായയിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ഒരു ഷെയ്ഖും ഗുണ്ടകളും 3 ഗുണ്ടകളും എന്തൊക്കെ തൊള്ളേ വന്നു അതൊക്കെ വിളിച്ചു പറയും. കളവിന്റെ മെയിൻ ആശാന്മാരാണ് ഇവരെല്ലാവരും. ഇവര് 4 ആളും കളവിന്റെ ആശാന്മാരാണ്. അതൊക്കെ സംഭവിച്ചു എന്തുകൊണ്ടാണ്? കിബിറ് വന്നതാണ്. എനിക്ക് കുറച്ച് കഴിവുണ്ട്, ഞാനൊറ്റ ഉഷാറാണ്, ഇന്നെ കുറച്ച് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്, ഇന്നെ കുറച്ച് ആൾക്കാർ ബഹുമാനിക്കുന്നുണ്ട് എന്ന കിബിറ് കൽബിൽ വന്നതാണ് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. നമുക്കൊക്കെ അല്ലാഹു തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. വലിയ അപകടമാണത്. ഒരൽപ്പം കിബിറ് വന്നു പോയാൽ പേച്ചുപോയി. ഇബ്ലീസിനൊക്കെ പറ്റിയ കേടതാണ്. ബല്ലാമബിന് ബാഴൂറൊക്കെ പറ്റിയ കേടതാണ്. ഇബ്നു സഖക്ക് പറ്റിയ കേടതാണ്. അങ്ങനെ നമ്മുടെ മുന്നിൽ ഒരുപാട് ചരിത്രങ്ങൾ നിൽക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഈ കാലഘട്ടത്തിലും ഇതുപോലുള്ള ഇബ്നു സഖമാരും അതുപോലെ ബല്ലാമുകളൊക്കെ ഉണ്ടായി കാണുന്ന ഒരവസ്ഥയിലേക്കാണ് കുറുവട്ടൂർ കുറുവാ സംഘം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ സൂക്ഷിക്കുക. അതുപോലുള്ള അപകടങ്ങളിലൊന്നും പെട്ടുപോകാതെ, അതൊന്നും കണ്ടിട്ട് ശരിയാണെന്ന് പോലും അല്പം ചിന്തിക്കുക പോലും ചെയ്യാതെ ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.